ഗൈസ് 2 ദിവസമായി ഓഫീസിൽ പോയിട്ട് ഫീവറായിരുന്നു, ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ 2 days ആഫ്റ്റർ പോവാണ്. ഹലോ ഓൾ. കഴിഞ്ഞ 2 ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. ചെറുതായിട്ടൊരു പനി വന്നു, ബാംഗ്ലൂർ പനി. സോ ഇവർ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരും ചോദിക്കരുത് ബ്ലോഗർ ശ്രുതി എവിടെയെന്ന്. കാരണം ഞാനില്ല, ഞാനിവിടെ പനിച്ച് കിടക്കുമായിരുന്നു. സൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഓഫീസിലേക്ക് വരാതെ നിവർത്തിയില്ല. ഗൈസ് ഇവർ ഇന്നലെ പിസ്സ കഴിച്ചു, അതേപോലെ പേസ്ട്രി കഴിച്ചു, എല്ലാം കഴിച്ചു. ഗൈസ് മാത്രം കിട്ടിയില്ല. കഞ്ഞി കൊടുത്തു, കഞ്ഞി സ്വർഗമായിരുന്നു. അപ്പോൾ ശരി, ബൈ. എന്നത്തെയും പോലെ നമ്മൾ മെട്രോ ഇറങ്ങിയത് ഇങ്ങനെ നടക്കുവാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ഇൻഫോസിസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്വൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാഗ് സ്കാൻ ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ചെക്കിങ് കഴിയണം. അപ്പോഴത്തേക്കും നമ്മുടെ ബാഗ് സ്കാനായി. ഇതാണ് നമ്മൾ സ്വൈപ്പിംഗ് ചെയ്ത് വരുന്ന ആദ്യത്തെ മെയിൻ എൻട്രൻസ്. അതാണ് നമ്മുടെ ഒരു എക്സിറ്റ്. ആ എക്സിൽ 3 നിലകളുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലല്ല, അണ്ടർ ഫ്ലോറിൽ ബേസ്മെൻറ്റിൽ നമുക്ക് ജിമ്മുണ്ട്, ഒരു മെൻസ് സലൂണുണ്ട്, വുമൻസ് സലൂണുണ്ട്, പിന്നെ ഒരു ഷോപ്പുണ്ട്, ഒരു മേക്കപ്പ് കോസ്മെറ്റിക് ഷോപ്പുണ്ട്. അതല്ലാതെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയുണ്ട്, പിന്നെ ഒരു ജ്യൂസ് ഷോപ്പുണ്ട്. പിന്നെ തൊട്ട് മുന്നിൽ നമുക്ക് സ്നാക്സ്, ടീ, ബർഗർ അങ്ങനത്തെ ഐറ്റംസ് സബ്വയൊക്കെ ഉണ്ട്. അതിൻ്റെ മുന്നിലാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇല്ല. ഒരാളുണ്ട്. സോ നമ്മൾ ഇവിടെ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം അഞ്ജലിക്ക് ത്രോട്ട് പെയിൻ ആണ്. ഈ എസ് ടിയിൽ മെയിനായിട്ട് നമുക്ക് ലഞ്ചാണ് കിട്ടാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അവൈലബിൾ അല്ല. ഇത് കഴിഞ്ഞ ബ്ലോഗിൽ കണ്ടവർക്ക് മനസ്സിലാവും. ചേച്ചി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് വെള്ളം എടുത്തത്. ഇത് ചേച്ചി പഠിച്ചു. അതിൻ്റെ അഹങ്കാരം കണ്ടാൽ മുഖത്ത്. പ്ലേസ് നമ്മൾ എൻട്രൻസിൽ കണ്ടില്ലേ, ആ ഒരു സൈഡാണ് ഇത് കേട്ടോ. കറക്റ്റ് എക്സിഡത് നല്ല രസമായിട്ടാണ് അവരത് ബിൽഡ് ചെയ്തേക്കുന്നത്. ചുറ്റും കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ ബിൽഡിങ്സാണ്. കൂടെ ഉള്ളൂ. നാളെ തൊട്ട് നമ്മൾ ഇവിടെ ബാംഗ്ലൂർ DC ബൈ ബൈ പറയണം. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കാണാനുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വോയിസ് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. എന്നെ ഇഗ്നോർ ചെയ്യരുത്, വോയിസ് മാത്രം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ 15th ബിൽഡിങ്ങിലാണ് ഇരിക്കാൻ പോകുന്നത്. ഒക്കെ കാണാം. ഇങ്ങനെ കാണും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കുറച്ച് വാട്ടർ ടാങ്ക്സ് ഉണ്ട്. അതേപോലെ ഇവർ എല്ലാ ക്ലാസ് റൂം 1, ക്ലാസ് റൂം 2 സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെയും ഇത് കയറാൻ പോകുന്നു.
അമ്പലമൊക്കെ ഒരു വരുന്നു. മഹേശ്വരി ഹലോ, ഉച്ചയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വാ, ഇപ്പോൾ സൈക്കിൾ പിടിച്ച് ഇവിടെ 4-5 ഫുഡ് കോർട്ടുണ്ട്. നമ്മളതിൽ ഫുഡ് കോർട്ടിലാണ് പോകുന്നത്. നല്ലതാവും. ഐ വിൽ ഷോ യു. നമ്മളിങ്ങനെ കയറുമ്പോൾ 3rd ഫ്ലോറിലാണ് നമുക്ക് കിട്ടേണ്ട ലഞ്ചസ് ഉള്ളത്. നമ്മളിവിടുത്തെ മെനു കണ്ട് എന്ത് വേണമെന്ന് ആലോചിച്ച് നിൽക്കുവാണ്. യൂണോ, ഇതാണ് നമ്മുടെ കൗണ്ടർ. നമ്മുടെ ചേച്ചി എന്തോ ഒന്ന് വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അഞ്ജലി ഇവിടെ. ഞാൻ ഇന്നൊരു മസാല ദോശയാണ് ഗൈസ് വാങ്ങിക്കുന്നത്. ഇന്നൊന്നും എനിക്ക് കിട്ടാത്ത കാരണം ഞാനൊരു മസാല ദോശയിൽ ഒതുക്കി. പിന്നെ ഒരു ജിഞ്ചർ ടീ. ഇങ്ങനെയല്ലല്ലോ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. വെജ് പുലാവും പിന്നെന്തോ പറാത്തയും പാലക് പനീർ വന്നപ്പോൾ കിട്ടിയ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ കിട്ടിയ ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പാലം. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് വീഴുന്നത് കാണാൻ പറ്റും. ഞാൻ ആദ്യം പോയിട്ട് നിനക്ക് വന്നൂടെ? ഞാൻ വീണാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാലോ. നല്ലൊരു സെറ്റപ്പാണല്ലേ. സ്ട്രെസ് കൂടുമ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഇലകളിൽ താമരകളും അതേപോലെ മഴത്തുള്ളികളും ഒക്കെ വീഴുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ താമര നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ടോട്ടലി നല്ല രസമുണ്ടല്ലേ ഈ പച്ചപ്പിൽ ഇങ്ങനെ തീർത്തിരിക്കുന്നതാണ് അവർ ഓരോ ബിൽഡിങ്സും ഫ്ലോറും. ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ് കേട്ടോ ഗൈസ്. ചേച്ചി പറഞ്ഞു, ജീനോ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ലൈബ്രറിന്ന്. ഇവിടെ സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ചൂട്, നമുക്ക് തണുപ്പ് അറിയുന്നില്ല. കുറച്ച് ചൂടായിട്ടുള്ള ഒരു സ്ഥലമാണ്. പകുതി രോഗിയായിരുന്നു എന്നെ മുഴു രോഗികളാക്കുക. ശ്വാസം പിടിക്കാതെ കിട്ടുന്നില്ല. വ്ലോഗ് എടുക്കാനുള്ള മനസ്സ് കാരണം എനിക്ക് നിങ്ങളാണ് വലുത്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും.
ഗൈസ് അപ്പം നമ്മൾ വേഗം ഇറങ്ങിയിട്ട് ലച്ചുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഡെൽറ്റ ഇലക്ട്രോണിക്സ് ബൊമ്മസാന്ദ്ര എന്നാണ് കേട്ടോ. ഗൈസ് നമ്മളെ കണ്ടാളെ കണ്ടു, ഇയാളുടെ സിസ്റ്ററാണ്.